അതായത് നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിലെ ഹീറോ. നിങ്ങളാണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യേണ്ടത്, അതിലെല്ലാ കാര്യം ജീവിച്ചു തീർക്കേണ്ടത്, എല്ലാം ഡിസൈഡ് ചെയ്യേണ്ടത് എല്ലാം നിങ്ങളാണ്. നിങ്ങളാണ് ഇപ്പം ഒരു ദിവസത്തിന്റെ 7 hours 8 hours ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്താൻ ഹലോ, യാതൊരു സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് റാൻഡമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. ഞാൻ അപ്പം തന്നെ ഇത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകും, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് വിചാരിക്കും. പക്ഷേ ഇത് ആവശ്യമുണ്ട്, അത് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അത് കാരണമാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ഒന്നാമത്തത് 2019 ശേഷം ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആയെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഉണ്ടോ? അവർക്കിത് കൂടുതൽ റിലേറ്റ് ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ 2019 ശേഷം ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി കേരളത്തിൽ യങ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ മാത്രമല്ല, മൊത്തത്തിൽ എല്ലാവരുടെ ഇടയിലും കറക്റ്റായിട്ട് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ തോട്ട്സ് ഒരിക്കലും ക്ലിയർ അല്ല. അതേപോലെ നിങ്ങൾക്കത് കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടോ? അതായത് ഒരുപാട് പ്ലാൻ ഉണ്ട്, ഒരുപാട് ടാലന്റ് ഉണ്ട്, പക്ഷേ ഇവിടെ എത്താൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, വേറെ ഒന്നുമല്ല. 2019 ശേഷം, അതായത് എക്സാക്ട്ലി പറഞ്ഞത് 2020 ആ കൊറോണയ്ക്ക് ശേഷമുള്ള സമയത്ത് നമ്മുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാതെ പോകുന്നുണ്ടെങ്കിൽ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര സിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് ജീവിക്കുന്നത്. 2019 മുന്നേ നമ്മൾ മറ്റേ 30 MB വോഡഫോണിൻ്റെയും ഐഡിയയുടെയും നെറ്റിൻ്റെ കാർഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന, അതായത് ഈ സ്മാർട്ട് ഫോൺ തീരെ യൂസ് ചെയ്യാതിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നെറ്റ്വർക്ക് ആക്സസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വളരെ വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാർ മാത്രമേ അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാർ മാത്രമേ അതിന് അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് എല്ലാവർക്കും ആക്സസ് ആയി എന്നുള്ളതും എല്ലാവർക്കും വളരെ ചീപ്പായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം വേൾഡിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നിൽക്കേണ്ടതല്ല ഈ ഇൻ്റർനെറ്റും. പിന്നെ അതെല്ലാവർക്കും ആക്സസ് ചെയ്യേണ്ട കാര്യവും തന്നെയാണ്. പക്ഷേങ്കിൽ ഇത്രയും ചീപ്പായിട്ട് 1 GB 1.5 GB നമുക്ക് അവൈലബിൾ ആയി കിട്ടിയത് ആ കൊറോണയുടെ ടൈമിലാണ്. അതിനുശേഷം ഇപ്പം നമുക്ക് മിനിമം 1 GB എങ്കിലും യൂസ് ചെയ്യാതെ ഒരു ദിവസം പോലും കടന്നു പോയില്ല. 1 GB ഒന്നും തികയാതെ 1 2 ഇപ്പം 5G അൺലിമിറ്റഡ് അതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും കാര്യമായിട്ട് നമുക്ക് ഇത് ആക്സസ് കിട്ടിയിട്ടും ഇന്റർനെറ്റ് കയ്യിൽ കിട്ടിയിട്ടും നമ്മൾ പണ്ട് യൂസ് ചെയ്ത പോലെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത്യാവശ്യമുള്ള വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്? അല്ല. ഈ ഫോൺ ഒരിടയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അതായത് കുറേ സമയം ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് യങ്ങസ്റ്റേഴ്സ് ആയിരുന്നു, ഒരു ടീനേജിലുള്ളവർ അല്ലെങ്കിൽ ഒരു 20 to 30 ഇടയിലുള്ളവരായിരുന്നു കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇതിന് അഡിക്റ്റ് ആയിട്ട് ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ആ സമയത്ത് ഫോൺ മാറ്റി വെക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഡൾട്ടായിട്ടുള്ള ആൾക്കാർ വരെ ഫോണിന് അഡിക്റ്റാണ്. ഫോണിന് മാത്രം പറയാൻ പറ്റില്ല, ആവശ്യമില്ലാത്ത റീൽസ്, ഷോർട്സ്, യൂട്യൂബ് വീഡിയോസ്, അതിനകത്ത് കാണുന്ന പല പല സംഭവങ്ങൾ. ഒരു ലൈഫിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0% ആയിരിക്കും ആവശ്യം അതിനകത്തുനിന്ന് ഉണ്ടാവുക. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷേങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇത് കാരണം നമ്മുടെ മൈൻഡിൽ ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുക പോലും ചെയ്യാത്ത പുതിയ പുതിയ കാര്യങ്ങൾ, പല പല കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ അവിടെ കുറയുന്നു. നമുക്ക് കറക്റ്റായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വേണ്ടത് ചിന്തിക്കുന്നില്ല, വേണ്ടത് പ്രവർത്തിക്കുന്നില്ല. എന്തൊക്കെയോ ഇങ്ങനെ ലാർജ് ഡോസിൽ തലയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓവർ സിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കാര്യത്തിലോട്ട് വരാം. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട കറക്റ്റ് പാത്ത് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്, അതായത് ഒന്നുകിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ സക്സസ്, അതായത് അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നറിയാതെ വെറുതെ കമ്പയർ ചെയ്ത് ലൈഫ് സ്പോയിൽ ആക്കിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തത്, ഇത്രയും കാര്യങ്ങൾ ഓവർ ക്രൗഡഡ് ആയിട്ട് മൈൻഡിലോട്ട് വന്നിട്ട് തോട്ട്സ് കറക്റ്റ് ആയിരിക്കത്തില്ല. ചെറിയ പ്രശ്നങ്ങൾ പോലും നേരിടാൻ പറ്റില്ല. കാരണം അത്രയും അതായത് ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാനേ പറ്റത്തില്ല. അത്രയും ഓവർ ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഒരു പാത്ത് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പോകേണ്ട വഴി നമുക്ക് മനസ്സിലാവില്ല. ഇത്രയും പ്രശ്നങ്ങളാണ് വരുന്നത്. അത് തന്നെ ഇപ്പം ഡിപ്രഷൻ, പിന്നെ അതേപോലെ ഓവർ തിങ്കിങ് ഒക്കെ ഭയങ്കര കോമൺ ആയിട്ട് വരുന്നത്. ഈ ഓവർ തിങ്കിങ് പണ്ട് ഓവർ തിങ്കിങ് ഇല്ലാഞ്ഞിട്ടോ അത് ഡയഗ്നോസ് ചെയ്യപ്പെടാനിട്ടോ ഇപ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റി അറിയുന്നതുകൊണ്ടോ മാത്രമൊന്നുമല്ല. ഓവർ തിങ്കിങ് അല്ലാതെ തന്നെ ഒരു ആവശ്യമില്ലാതെ നമ്മളിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ വരുന്ന ഒരു തോട്ട് ആയിരിക്കത്തില്ല അടുത്ത ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്ക് വരുന്നത്. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു തോട്ടില്ല, ഒരു കാര്യമില്ല. ഇത് ഇത്രയും ഓവർ ക്രൗഡഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് മുതൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 മണിക്കൂറിൽ കൂടുതൽ ഞാൻ സ്ക്രീൻ ടൈം കൊടുക്കത്തില്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് എൻ്റെ മൈൻഡിൽ തന്നെ അത്യാവശ്യം ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ എടുത്തുകൊണ്ടിരുന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത സ്ക്രോളിങ് ഒഴിവാക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇത്രയും ചെയ്താൽ തന്നെ മൈൻഡ് ഒന്ന് ക്ലിയർ ആയി കിട്ടും. അപ്പം സോഷ്യൽ മീഡിയ ഡീടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയ ഡീടോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു 2-3 ദിവസത്തേക്ക് സ്ക്രീൻ ടൈം ഒഴിവാക്കുക എന്നുള്ളതെല്ലാം ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് 5 റീസൺസ്, അതായത് ഞാൻ സോഷ്യൽ മീഡിയ എന്തിനാണ്
ഒരു ഡിസ്റ്റൻസ് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ 5 റീസൺസ് ഞാൻ പറയാം. ആ 5 റീസൺസ് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുക. ഇത് മേ ബി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കംഫർട്ടബിൾ അല്ലാത്ത ഫീൽ കിട്ടുന്നുണ്ടാവും. ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവും. അതായത് 5 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്, നമ്മുടെ വോയിസ് ക്ലിയർ ആയിരിക്കും. അതായത് നമ്മുടെ മൈൻഡിലുള്ള വോയിസ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ നേടേണ്ടത് എന്നുള്ളൊരു കാര്യം ക്ലിയർ ആയിട്ട് കിട്ടണം. രണ്ടാമത്തത്, ഈ വെറുതെ ഡൂം സ്ക്രോളിങ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിലെ ഒരു ലാർജ് എമൗണ്ട് ടൈമാണ് നമ്മൾ എടുത്ത് കളയുന്നത്. ഒരു സ്ക്രീൻ ടൈം ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ 7 hours 8 hours ഒക്കെ ആയിരിക്കും മിനിമം. ഈ 7 hours 8 hours നമ്മൾ ബാക്കിയുള്ളവരുടെ ലൈഫ്, ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ, ഒരു കാര്യമില്ലാത്ത എന്തൊക്കെയോ വീഡിയോസ് കണ്ടാണ് പോകുന്നത്. ഈ 7 hours പെർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈഫിൻ്റെ ഒരു വലിയ ഭാഗമാണ്. ആ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ടൈമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, നമുക്ക് അറ്റൻഷൻ സ്പാന് തീരെയില്ല. ആ അറ്റൻഷൻ സ്പാന് റീഗെയിൻ ചെയ്യണം. ഈ ഒരു വീഡിയോ വരുമ്പോൾ തന്നെ ഒരു 75% ആൾക്കാരും സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടാകും. ഇറ്റ്സ് ഓക്കെ. അത് നിങ്ങളുടെ അറ്റൻഷൻ സ്പാനാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ എല്ലാം തോന്നി, അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഒരു കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾ മൈൻഡിലോട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഇത് തന്നെയാണ് ഈ അറ്റൻഷൻ സ്പാൻ. അതിപ്പം ഈ ഒരു കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. നമുക്ക് കുറച്ച് കംഫർട്ടബിൾ അല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ടാത്തൊരു കാര്യമാണെങ്കിൽ നമുക്കത് സ്ക്രോൾ ചെയ്ത് കളഞ്ഞേ പറ്റുള്ളൂ. അതേപോലെ ഇപ്പോൾ പല സിനിമകൾ കാണുമ്പോൾ ഒരു സിനിമ 2.5 മണിക്കൂർ തികച്ചിരുന്ന് കാണാനുള്ള അറ്റൻഷൻ സ്പാൻ നമുക്കില്ല. നമുക്കത് ലേഗ് അടിക്കുന്നു, അത് അങ്ങനെയാണ് ഇങ്ങനെ ലേഗായിരിക്കാം. പക്ഷേങ്കിൽ നമുക്ക് അത്രയും നേരം അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള അറ്റൻഷൻ സ്പാൻ പോലും അത്രയും ഓവർ സ്റ്റിമുലേറ്റഡ് ആണ്. അതാണ് മൂന്നാമത്തെ കാര്യം, റീഗെയിൻ നമ്മളുടെ അറ്റൻഷൻ സ്പാൻ. പിന്നെ നാലാമത്തെ കാര്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫിൽ നമ്മൾ മറന്നുപോയ കുറേ കാര്യങ്ങളുണ്ട്. സ്വന്തമായിട്ടുള്ള ഹോബി, റീഡിങ്, പിന്നെ ഒരുപാട് കഴിവുകൾ നമുക്ക് ലൈഫിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ഈ ഇൻസ്റ്റെഡ് ഓഫ് ഡൂം സ്ക്രോളിങ് ഐ എം ഗോയിങ് ടു എക്സ്പ്ലോർ ഓൾ ദോസ് തിങ്സ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് റീഗെയിൻ ദ കൺട്രോൾ ഓവർ മൈ ഇമോഷൻസ്. അതായത് ബാക്കി എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, കോൺസ്റ്റൻ്റ് ആയിട്ട് മറ്റുള്ളവരുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ്, വ്യൂസ്, പിന്നെ ഡെയിലിയുള്ള ന്യൂസ്, ഒരുമാതിരി ഫുൾ കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് നമ്മളുടെ ഇമോഷണൽ വെൽബീയിങ്ങിനെ വളരെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഒരു 90% ആൾക്കാരും ഒരു ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ വേറൊരു സ്റ്റേജിലേക്കാണ്, ഒരു പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇല്ലാത്തൊരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു ഇമോഷണൽ വെൽബീയിങ് അല്ലാത്തൊരു സിറ്റുവേഷൻ, ആ ഒരു കാര്യം ഒന്ന് കളയണം. എനിക്ക് ഒന്ന് ഇമോഷണലി ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ പറ്റണം ആ ഒരു സിറ്റുവേഷൻ. എത്ര പേർക്ക് ഇപ്പം ഉറപ്പിച്ച് പറയാൻ പറ്റും ഞാൻ ഇമോഷണലി ഓക്കെയാണ്, ഞാൻ ഈ അടുത്തൊന്നും പ്രത്യേകമായിട്ട് കരഞ്ഞിട്ടില്ല, അതായത് കറക്റ്റ് റീസൺ ഇല്ലാതെ ഞാൻ കരഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഓരോ കാര്യത്തിനോടുള്ള എൻ്റെ ഇമോഷണൽ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി എനിക്ക് കറക്റ്റ് ധാരണ ഉണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും. അപ്പം പല ആൾക്കാർക്കും എന്താ നടക്കുന്നതെന്നൊരു ക്ലിയർ ഉണ്ടാവില്ല. സന്തോഷമാണെങ്കിൽ വളരെ കുറഞ്ഞ സമയത്ത് വളരെ സന്തോഷം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷം പോവും. ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് എന്താ അതിൻ്റെ റീസൺ ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവില്ല. ചിലർ പറയും മൂഡ് സ്വിങ്സ് ആണ്, ചിലർ പറയും ഓവർ തിങ്കിങ് ആണ്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ബ്രെയിനാണ് ഇതിനെല്ലാം കാരണം എന്നാണ്. അങ്ങനെ ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സ്റ്റാർട്ട് സോഷ്യൽ മീഡിയ ഡീടോക്സ്. നിങ്ങളുടെ ലൈഫിൽ സോഷ്യൽ മീഡിയയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതലായിട്ടുള്ള ടൈം കൊടുക്കരുത്. അത് നിങ്ങളുടെ ലൈഫ് നശിച്ചു പോകും. കുറേ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓൾറെഡി എവിടെയോ കേട്ടിരിക്കുന്ന കാര്യമാണ്, ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലെ മെയിൻ പ്രോട്ടോഗോണിസ്റ്റ് ഇങ്ങനെ ഫുൾ ടൈം റീൽ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത്, എവിടെയാണ് അവിടെ ലൈഫ് ഉള്ളത്? ഒന്നുമില്ല. പക്ഷേങ്കിൽ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സെയിം കാര്യമാണ്. അതായത് നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിലെ ഹീറോ, നിങ്ങളാണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യേണ്ടത്, അതിലെല്ലാ കാര്യം ജീവിച്ചു തീർക്കേണ്ടത്, എല്ലാം ഡിസൈഡ് ചെയ്യേണ്ടത് എല്ലാം നിങ്ങളാണ്. നിങ്ങളാണ് ഇപ്പം ഒരു ദിവസത്തിൻ്റെ 7 hours 8 hours ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. സമൂഹം പറയുന്നത് പോലെ സമയത്തിന് ഏതെങ്കിലും ഒരു കോഴ്സ് ചേരും, പഠിക്കും, കല്യാണം കഴിക്കും, ലൈഫ് അങ്ങ് ജീവിച്ച് തീർക്കും. പക്ഷേങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു, നിങ്ങളുടെ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ സൗകര്യപൂർവ്വം മറന്നു പോവുകയാണ് ഈ ഒരു ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ലൈഫിൽ ചെയ്യുന്നത്. സോ പ്ലീസ് തിങ്ക് ഫോർ യു. ബൈ.